അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവളുടെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തായാലും രാവിലെ നീട്ടിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണ സമയത്ത് നമ്പൂരി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ പേരും നാളൊക്കെ പറഞ്ഞോളൂ പറയുന്നുണ്ട്. ആ സമയത്ത് ചെട്ടിനാട് പീതാംബരൻ മൂല നക്ഷത്രം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് മോളെ നീ അന്ന് ഈ പേരല്ലല്ലോ നിൻ്റെ അച്ഛൻ്റെ പറഞ്ഞ വേറെ എന്തോ അല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കടന്ന് ഇങ്ങനെ പരിങ്ങണ്ടെന്നിട്ട് പറയുന്നുണ്ട് അത് മുത്തശ്ശൻ്റെ നാളാണ് ഞാൻ അറിയാതെ പറഞ്ഞ് എനിക്ക് എന്തോ ഒരു ഓർമ്മയിൽ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. കർമ്മങ്ങളൊക്കെ ചെയ്യണ സമയത്ത് എല്ലാതും കൊണ്ടുപോയി വെക്കണം. ബലിക്കാക്കയെ വിളിക്കുക, എല്ലാവരും കൈത്തട്ടണം. ആ സമയത്ത് കാക്കയാണെങ്കിൽ വരുന്നില്ല. ആ സമയത്ത് നമ്മുടെ രേവതി ചോദിക്കേണ്ടത് എന്താ കാക്കകളൊന്നും വരാത്ത സച്ചി തമാശയിൽ കളിയാക്കി പറഞ്ഞ മലേഷ്യയിൽ നിന്ന് വരണ്ടേ അതിങ്ങോട്ട് പറന്ന് എത്തിയിട്ട് വരണേ ഉള്ളൂ അതാണെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ നമ്പൂരിയോട് പറയുന്നുണ്ട് നമ്മുടെ സച്ചി ഇതൊക്കെ 41 ദിവസം ചെയ്താലാണ് ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ, അതുകൊണ്ട് 41 ദിവസം ശ്രുതി ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ശ്രുതിക്ക് ഇട്ടിട്ട് പാര പണിയിട്ട് നമ്മുടെ സച്ചി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നത് നീ എന്തായാലും ചെറിയച്ഛനെ വിളിക്കുക, എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും, നീ ഒന്ന് ചെറിയച്ഛനെ വിളിക്കുക പറഞ്ഞു. ചെറിയച്ഛനെ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്താണെങ്കിൽ അവനാണെങ്കിൽ ഇറച്ചി മുറിക്കുകയാണ് ബീര. ഇറച്ചി മുറിക്കുന്ന കടയിൽ നിന്ന് വീഡിയോ കോളൊക്കെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് നിങ്ങളെന്താ ഇവിടെ ഇറച്ചി കടയിൽ നിന്ന് ചോദിക്കുന്നത് സച്ചി. ആ സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് മട്ടൺ മേടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു ഇത് മേലത്തൂർ ജംഗ്ഷനിലെ ഇറച്ചിക്കടയാണ്, അല്ലാതെ ഇത് വേറെ മലേഷ്യ ഒന്നും അല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ സംശയം നമ്മുടെ ശ്രുതിയോട് തോന്നുന്നുണ്ട്. ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.